ഇട്ട് കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ, ഭയങ്കര ടാസ്ക് ഒരു സാധനമാണ് ഈ ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കണത്. ഞാൻ ഇറങ്ങി കയറട്ടെ. ലാഗ് നല്ല ലാഗ്. എന്നെ ഉപേക്ഷിച്ചു അപ്പാപ്പൻ. സിറ്റുവേഷൻ പറയുമ്പോ അവർക്ക് തന്നെ നാണം വരും. എന്താടാ ഞാൻ പുതുക്കി വെറുതെ വരുന്നു, ഞാൻ വെറുതെ തോക്കെടുക്കും, വെറുതെ എയിം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് നേരെ ഒരു വണ്ടി തന്നെ ഇടിക്കാൻ വന്നു. ഞാൻ റോൾ ചെയ്ത് മാറി, ഞാൻ ഒന്നും പറഞ്ഞില്ല, അവനോടൊന്നും ഞാൻ സംസാരിച്ചൊന്നുമില്ല. ഞാൻ മാറി നടന്നങ്ങോട്ട് പോയി. അപ്പൊ പിന്നെയും പുറകെ നിർത്തിയിട്ട് എന്തിനാണോ ഗണ്ണൈം ചെയ്ത്. അപ്പൊ ഞാൻ ബ്രോനെ ഗണ്ണൈമൊന്നും ചെയ്തില്ല, എന്നെ തന്നെ അക്സെപ്റ്റ് ഇട്ടില്ല നമ്മൾ. എന്നിട്ട് ഞാൻ ബ്രോനൊന്നും ഗണ്ണൈം ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നെ തന്നെയാണ് ഗെയിം ചെയ്തത്, നീ ഏതാ ഗ്യാങ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു. പിന്നെ അവന്റെ സംസാരം മാറിയണ്ട. അപ്പാട് എന്നെ ഞാൻ ഇടിച്ചു. ഇപ്പൊ അവൻ വന്നിപ്പോ പറഞ്ഞ് ടേബിൾ പറഞ്ഞു, ബ്രോ ഗണ്ണൈമല്ലേ ചെയ്തുള്ളൂ, വേദന ഒന്നും എടുക്കൂലല്ലോ. അവന് വേദന എടുത്തത് ഗണ്ണൈം ചെയ്തപ്പോ വേദന എടുത്തോ? ആ അപ്പൊ ഞാൻ ഒന്ന് ഇടിച്ചിട്ട് ചോദിച്ചു, ബ്രോ ഇപ്പൊ വേദന എടുത്തോ? അവൻ എന്നെ തിരിച്ചടിച്ചു, ഞാൻ വിട്ട്. സെക്കൻഡ് ലൈവ് ആണ് ബ്രോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞ ഭയങ്കര പാടാ ഗൈസ്. എനിക്ക് മാനേജ് ചെയ്യാം 29 പേര് 31 പേര് ആക്റ്റീവിനകത്ത്. ഞാൻ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് SRK ഒക്കെ എത്ര ദിവസം ലൈവാണ് അവനെ SRK ഒക്കെ എത്ര ദിവസം മാറ്റിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റൂല, അതൊരു ഭയങ്കര ശോകമാണ്. എല്ലാവർക്കും മാറ്റി മാറ്റി ഇടാം. നിങ്ങളിങ്ങനെ അവരോട് പറഞ്ഞ് അവരെ മൈൻഡ് ഫക്ക് ആക്കല്ലേ. നിന്നെ ലൈനപ്പിൽ ഇട്ടില്ലല്ലോടാ, അയ്യോ വിഷം, അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇതാവണേ. ഒന്ന് ചില്ലാവും നിങ്ങൾ, വേറെ ഒന്നും ചെയ്യാനില്ല. പറയടാ എല്ലാവരും വെളി സംസാരിച്ചോണ്ടിരിക്കുക. സെക്കൻഡ് പാവം ബ്രോ, സെക്കൻഡ് മാത്രമല്ല ഇവിടെ SRK പാവോ, ജൂഡ് പാവോ, മന്ദാരം പാവോ, ഞാനാണ് എക്സ്ട്രാ പാവോ. നമ്മളെല്ലാരും പാവോ, നമ്മൾ ആരും ഭയങ്കരന്മാരല്ല. പാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ലൈനപ്പിൽ ഇടുന്നത് നമ്മുടെ അവൈലബിലിറ്റി, ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഇത്, കോൺട്രിബ്യൂഷൻസ്, എല്ലാവർക്കും ചാൻസ്, അതൊക്കെ നോക്കിയാണ്. ഈ പാവം നോക്കിയല്ല ലൈനപ്പിൽ ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ലൈനപ്പിൽ എല്ലാവരും, ഞാനല്ലേ പാവം നോക്കിയിടാനാണെങ്കിൽ ഈ കൂടുതൽ ഏറ്റവും പാവം ഞാനാ. മനസ്സിലായ? അപ്പൊ ലൈക്ക് ഞാനപ്പോ എല്ലാത്തിനും ഫ്രണ്ട് ചെയ്ത് കാറ് കളിക്കണ്ടേ, ഇത് വരൂലേ? നിങ്ങളങ്ങനെ പാവത്തിന്റെ ഇത് പറയല്ലേ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്ന അനുഭവിക്കുന്ന ഞാനല്ലടാ ഏറ്റവും പാവം. പറ ഞാനല്ലേ ഏറ്റവും പാവം? എടാ ഞാൻ പാവല്ലടാ ജൂടെ, മന്ദാര ഞാൻ പാവല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടാ. അല്ല ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇവർക്കൊരു സംശയം വന്നപ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചു. നമുക്കിനിയിപ്പോ A-B ലൈനപ്പ് ഒക്കെ ആക്കേണ്ട വരും കേട്ടോ. A ലൈനപ്പ്, B ലൈനപ്പ്, 3 ലൈനപ്പ്. അതെ, അങ്ങനെ ആക്കേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല ഇനി. പാവം ഗോഗു ഏറി താഴത്തോട്ട് പോകുന്നേ കണ്ടേ. അവന് പോടാ കൊള്ളാം. അവരുടെ 100 പ്രാവശ്യം പറഞ്ഞു, ബ്രോ ഇതൊന്നും സിറ്റുവേഷൻ പോലെ അല്ല ബ്രോ, അവർക്ക് അടിക്കണം. അപ്പൊ നമ്മളിത് സോൾവ് ആക്കാൻ നോക്കിയ സിറ്റുവേഷൻ ആണോ? അതെ. അപ്പൊ അവര് പറഞ്ഞു, ബ്രോ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ എടാ ഈ സിറ്റുവേഷൻ ആണോ ജോക്കി സോൾവ് ആക്കാൻ നോക്കിയെന്ന് പറഞ്ഞേ? അണ്ണാ ഞാൻ ഗോകുലിനെ പോയി വിളിച്ചിട്ട് വരാം, അവനെ തല്ലിക്കൊന്നവനെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പരുന്തു വാസു അല്ല പാവം വാസു. സത്യം എൻജോയ് ചെയ്യുന്ന മുന്തിരിങ്ങ എന്തോ അടിച്ചു കയറ്റുവാ. മുന്തിരിങ്ങയാടാ പറഞ്ഞില്ലേ?
സിമുലേറ്റർ ഗെയിംസ് ചെയ്യാതിരിക്കല്ലേ ബ്രോ? സിമുലേറ്റർ ഗെയിംസ് ചെയ്യാതിരിക്കുമല്ല, വീട്ടിൽ സിമുലേറ്ററിന്റെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്റെ പഴയ ഗോപ്രോ ഒക്കെ ഞാൻ പൊടി തട്ടിയെടുത്ത് പണ്ട് റൈഡർ ആയിരുന്ന സമയത്തെ ടീനേജറിന്റെ ഫ്രണ്ടിൽ ഒരു ഗോപ്രോയും വെച്ച് ഞാൻ 4 മണിയാകുമ്പോൾ സ്കൂൾ വിടുമ്പോൾ പോകുമായിരുന്നു. അത് വണ്ടി കൊടുത്തതിൻ്റെ അന്ന് എടുത്ത അലമാരി വെച്ചതാ. അത് ഞാനിപ്പോൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് അന്ന് ഞാൻ ഫ്രണ്ട് POV റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഞ്ചത്ത് മറ്റേ ബ്രാ ഇടുന്നത് പോലെ ഒരു ഗോപ്രോയുടെ ഒരു സാമാനമായിട്ടായിരുന്നു പോണത്. അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് അതാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിംഗ് POVയും നിങ്ങൾക്ക് ഫേസ് ക്യാമായിട്ട് കാണാൻ പറ്റും. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ റിഗും കൂടെ ഒന്ന് വന്നാൽ മതി. വീണി അത്തടുത്തവൻ വീണ്ടും ചത്തവൻ. നീ വീണ്ടും ചാടി ആത്മഹത്യ ശ്രമിച്ച എന്തിന്? സെക്കൻഡ് പാവം. ഞാൻ ഭയങ്കരനാടാ. ഞാൻ ഭയങ്കരനാ, മനസ്സിലായ? ഞാൻ ഭയങ്കരനാ, ഞാനൊരു ക്രൂരനാ. എന്റെ മനസ്സലിയൂല, മനസ്സിലായ? ഇല്ലല്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെ പോകുന്ന 1v2? ഇത് രണ്ടും നിന്റെ ഗേൾ ഫ്രണ്ട്സ് ആണോ? അതെ, ഡയറക്ടർ രണ്ടുപേരും ഒരേ ഡ്രസ്. ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, നിനക്ക് രണ്ടുപേരുള്ളതോട് ഞാൻ ഈഗോ അടിപ്പിക്കാൻ വരെ നോക്കി, തമ്മി അടിപ്പിക്കാൻ വരെ നോക്കി, നടക്കുന്നില്ല. ഇത് നിന്നെ കൊണ്ടേ പോത്തുള്ളതാ. ഇതെന്തോ വലുത് വരാൻ ട്രെൻഡൊക്കെ മാറിയടാ. ഇപ്പൊ ഇതുപോലത്തെ അമ്മമാരെ മതി പെണ്ണുങ്ങൾക്ക്, മനസ്സിലായ? പെണ്ണ് പോലും എനിക്ക് വിഷമൊന്നുമില്ല. നമ്മള് സിനിമകളായതുകൊണ്ട് രക്ഷയില്ല. ഹലോ, എന്നാണ്ട് വിശേഷം? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഓ, സുഖം തന്നെ. ബ്രോ, നിങ്ങൾ ലീഡർ കൊലീഡർ ആരല്ലോ ആണോ? നിങ്ങൾ ലീഡറാണ്. പേരെന്തായിരുന്നു ബ്രോ? ടോക്സിക്. ഓക്കെ. ബ്രോ, എന്റെ പേര് പരിന്തോസം. നൈസ് മീറ്റ്. നിങ്ങൾ നന്നായിട്ട് കളിച്ചേട്ടാ പ്രിയ. നമ്മള് പ്രതീക്ഷയിൽ അടിപൊളിയായിട്ട് നിങ്ങൾ കളിച്ചു. സിറ്റുവേഷൻ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല ഇവിടെ. ആക്ച്വലി ഇപ്പൊ പുതിയ നിയമം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നിങ്ങള് വാർ വിളിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വിളിക്കണം. നമുക്ക് ഒരു 11:45 മുമ്പ് വാർ വിളിക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എന്തായാലും ഡിക്ലെയർ ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് ഗണ്ണും ഹീലിംഗ്സ് ഒക്കെ ഒന്ന് കൊടുക്കണം എല്ലാവർക്കും. ഹാഫ് ആൻ അവർ പറ്റില്ല ബ്രോ. ഒരു 11:45, 11:21 ആയി. 11:45 വിളിക്കണം. ഓക്കെ, ശരി. ഒരു കാര്യം പറഞ്ഞു, ഒരു അപ്പി സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ സിറ്റുവേഷൻ പറയാൻ പാടില്ലല്ലോ ഇപ്പൊ. വാർ വേണ്ട നമ്മള് പറഞ്ഞു. ഫ്രണ്ട്ലി ഒന്നും അല്ല കഴിച്ചു, ഇത് ഫ്രണ്ട്ലി ഒന്നും അല്ല. വാറിന് ജസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു എന്നുള്ളത്. ഇത് ഫ്രണ്ട്ലി ഒന്നും അല്ല. എന്ത് ഫ്രണ്ട്ലി? നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒന്നും ഇല്ല. ആരും ഇവിടെ ഇല്ല. KV മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഇവിടെ, മനസ്സിലായ? ഇവിടെ വേറെ അതിന്റെ അപ്പുറത്ത് ആരുമായിട്ട് വാർ കടന്നാലും അത് ഫ്രണ്ട്ലി വാർ അല്ല. ഇത് അവർക്ക് അടിക്കണമെന്ന് പറഞ്ഞാൽ അവര് ഇതാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് സിറ്റുവേഷൻ. ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ആണ്. ഡൊമിനിക്കേട്ടൊക്കെ ഞാൻ ഭയങ്കര ബന്ധത്തില്ല. ഡൊമിനിക്കേട്ട ആത്മബന്ധത്തില്ല ഞങ്ങൾ രണ്ടുപേരും. അത് പറഞ്ഞ ഡൊമിനിക്ക് മെസ്സേജ് അയക്കട്ടെ. കഴിച്ചോ? ഞാൻ മുന്തിരിങ്ങ കഴിച്ചു. എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ?
ബ്രേക്കപ്പ് കൂടെ നിനക്ക് 100 ആയിസാ ഇവിടെ വിളിക്കുന്നത്. ഇവിടെ നിന്ന് പിങ്ങിട്ട് ഇതാ, ഗൈസ് ഞാൻ വേറെ ആരോട് പറയാം. ഞാൻ ഈ ലൈനപ്പ് ഇപ്പൊ കറന്റ് ഇട്ടോണ്ടിരിക്കുന്നത് അയ്യോ ഇത് കളിക്കണോ നീ ആക്ടിവിറ്റി അനുസരിച്ചാണ്. കുറച്ച് ദിവസമായിട്ട് ഡോർക്കി മറ്റേ ഇവൻ നമ്മുടെ BD ഇവരെല്ലാം ഇനാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അവരൊന്ന് ആക്റ്റീവായി വരുന്നതിനനുസരിച്ച് ഓരോരുത്തരെ മാറ്റി ലൈനപ്പ് ഇടാം. നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് വിചാരിക്കണ്ട, മനസ്സിലായോ ഞാൻ പറയണെന്ന് വെച്ചാൽ? അങ്ങനത്തെ ഒരു സംഭവം വിചാരിക്കണ്ട. നമ്മള് എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അത് എല്ലാവർക്കും ചാൻസ് കൊടുത്തിരിക്കും. അത് അല്ലാതെ TVയിൽ ഒരു പ്ലെയറിന് നമ്മൾ അങ്ങനെ ഒരു പക്ഷം കൊണ്ടക്ക് മോനെ, കൊന്നാ. ഇതിപ്പോ ആരാ ഓടിച്ചത്? ഹെലി ചൂടാണോ? ആരും ചത്തില്ലടാ. ടീപ്പ് പൊട്ടിയതാണോ? ഇവനായിരുന്നു അടിയിൽ കൂടെ പോട്ടെ. ഇവനെ ഇതാരാ ചത്തില്ലേ? മന്ദാരം ചത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതാരാ ചത്തപ്പം? ഇത് ഗോകുണ്ണ ഗോകു. ഇവർ രണ്ടാമത് ചത്തവൻ. ഹലോ ഇവൻ ഇങ്ങനെ 15 റെഡിയാ? വണ്ടി എടുത്ത് വെളി വാ. ലൈനപ്പ് ഇട്ട് 45 45. EMS കം ടു ഇടാടെ. EMS കം ഇവിടെ നീയാണോ ഓടിച്ചത് ഹെലി? അണ്ണാ ബോസ് എവിടെ? ഗൈസ് ഡ്രീമറിന്റെ ചേട്ടന്റെ കല്യാണമാ. അവൻ അതിന്റെ കുറെ പ്രിപ്പറേഷനിലും കുറച്ച് പർച്ചേസിംഗിലും ഒക്കെ. അതുകൊണ്ടാണ് അവൻ കുറച്ച് ഇനാക്റ്റീവ്. നിങ്ങൾക്ക് അറിയാലോ അവൻ അങ്ങനെ ഇനാക്റ്റീവ് ആവത്തില്ല, പ്രത്യേകിച്ച് ഗാങ്ങിന്റെയും സ്ട്രീമിന്റെയും കാര്യത്തില്. അവനിപ്പോ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് മെയിൻ കാരണം അതാണ്. ഡ്രീമറിന്റെ ചേട്ടന്റെ കല്യാണം. അപ്പോൾ ഈ നെക്സ്റ്റ് അടുത്ത മന്ത് ഫസ്റ്റ് വീക്ക്. അപ്പോൾ അവൻ അതിന്റെ കുറച്ച് കാര്യങ്ങളിലും തിരക്കിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് പോയിട്ടില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ എന്തോ പോവാണെന്ന് പറഞ്ഞായിരുന്നു ഇന്ന്. അണ്ണനെ വിളിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല കല്യാണത്തിന്. ഞാനിത് വെളിയിൽ നിന്ന് അറിഞ്ഞതാ ഇങ്ങനെ കല്യാണം. എൻ്റെ അടുത്ത് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ചുമ്മാ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ TVയിലെ എല്ലാവർക്കും അവർ റൂമും എടുത്ത് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സേവണ ഞാനും വണ്ടി അവിടെ കുത്തി രണ്ടുപേരെ ഡൗൺ ആക്കി ചത്തു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിൽ കൂടുതൽ. അവിടെ തന്നെ നിന്ന് ചാവേണ്ട വന്നു. അതെ ഞാനാണ് റോഡിൽ കുത്തിയത്. റോഡിൽ കുത്തി നെഞ്ചു പിരിച്ചിറങ്ങിയില്ലേ? അത് ഞാനായിരുന്നു. അതെ അണ്ണന്റെ വണ്ടി മാത്രം ഇവിടെ. ഞാൻ വണ്ടി കുത്തിയിട്ട് അടിക്കാൻ വേണ്ടി അവിടെ തിരിഞ്ഞ് നോക്കിയപ്പോ എന്റെ ബാക്കിലൊരു വണ്ടി കുത്തി. പെട്ടെന്ന് ഏതോ ഒരു വണ്ടി പറന്നു വന്ന് ഞങ്ങളെ വന്ന വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. മനസ്സിലായ? എന്നിട്ട് ഓടാനും പറ്റിയില്ല. അവിടെ പിന്നെ ഫൈറ്റ് എടുക്കണമെന്ന് എനിക്കാണ് ശരിയായ അണ്ണ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്നേഹിപ്പ് തൊട്ടെടുത്തോണ്ട് കുത്തി നമ്മൾ എന്നെ ഒരു 3 വണ്ടി ഒളിപ്പിച്ചുകൊണ്ട് കുത്തി. അപ്പൊ ഒരു വണ്ടി കുത്തിയപ്പോ ഒരു വണ്ടിക്ക് അത് 2 പേര് ഇറങ്ങി. അവരെ 2 പേരെയും അടിച്ചിട്ട് ആദ്യമേ ഞാൻ പിന്നെ ചത്തു. ഞങ്ങളുടെ മേളില് ഒരു വണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് അപ്പത്തേക്ക് പിങ്ങിട്ട അവിടെ ഞങ്ങൾ എല്ലാരും ബാക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടാണ്. മനസ്സിലായി? കുഴപ്പമില്ല. 2 വിക്കറ്റ് കിട്ടി അവിടെ. കുഴപ്പമില്ല. എന്താടാ FPS ഇല്ലല്ലേ? ഓടി എന്നാ പിന്നെ വാറിന് വേറെ ആരെങ്കിലും ഇടട്ടെ? ഇല്ല വാറിന് ഇഷ്ടം പോലെ ഉണ്ടോ? 24 പേരുണ്ട്. 24 പേര് അങ്ങനെയല്ല. പ്രീവാറ് 15 പ്രീവാറ് പറ്റുന്നുണ്ട്. നല്ല FPS നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലണ്ണ. ഇല്ലടാ താല്പര്യമില്ല. മറ്റേത് മതി. മറ്റേ ഹെവനിലുള്ളത്. ഹെവനിലുള്ളത് എന്റെ അല്ലല്ലോടാ. 58 വേറെ മറ്റേ ഇവര് ചുമ്മാ തൽക്കാലത്തേക്ക് തന്നെയല്ലേ? കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് തന്നാ മതി. നീ എന്നാ അവരുടെ ചോദിച്ചിട്ട് മേടിച്ചോ. തൽക്കാലത്തേക്ക് അവര് വേറെ 2 പിക്കല്ല 2 പ്ലക്ക് കിട്ടിയത്. സത്യമല്ലേ? ഇത് ലൈനപ്പ് ഞാൻ പറയാം. സ്റ്റീവ്, വില്ലു, ഏബല്, മോബി, LX2, ജുഗുറു, ഞാന്, ഡെസ്ട്രോ, ഗോഗു, കിണ്ടി, നീലൻ, ഇറ്റാച്ചി, ജൂഡ്, മന്ദാരൻ, ഡീമൻ. കേസ് ഞാൻ കുറച്ച് വാർസ് ഒരുമിച്ച് കളിക്കുന്നെന്ന് പറഞ്ഞുണ്ടല്ലോ. ഞാൻ പറയാമല്ലോ, എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് വലുതായിട്ട് ഇത് കളിച്ചിരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഈ ലൈവ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ വാർ മാക്സിമം കളിക്കാൻ ഇതാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PvP പ്ലേയേഴ്സ് ഇവരായിട്ടൊക്കെ ഉള്ള ഒരു ഇൻട്രാക്ഷനും ഇതുമൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വരുമ്പോഴാണ് ഉള്ളത്. പിന്നെ എനിക്കും ഈ പറയണത് പോലെ PvP ഒന്ന് കുറച്ചുകൂടി ഇതാക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം മെയിനായിട്ട്
ഇത് കളിക്കണേ. ഇപ്പം ഞാൻ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇനിയും അങ്ങനെ PvP ആർപ്പിൽ മാത്രമല്ല, ഞാൻ PvP ഞാൻ ബാക്ക് ഓഫ് ആവുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ കളിക്കാനുള്ളൊരു ഇതില്ല. എടാ സ്നൈപ്പിനെ ഇട്ടില്ലേ ഞാൻ? എടാ സ്നൈപ്പിന്റെ പേര് ഇട്ടിട്ടില്ലായിരുന്നു. ഓ സ്നൈപ്പ് കളിക്കുന്നില്ലെന്ന് പറഞ്ഞു കേസ് ഓൾറെഡി. എടാ സ്നൈപ്പിനെ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ സ്നൈപ്പിനെ വിളിച്ച് ചോദിക്കട്ടെ ഒരു മിനിറ്റ്. അവന്റെ പേര് ഇട്ടിട്ടില്ലായിരുന്നു ഇതിനകത്ത്. അവന് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റുന്നില്ലെന്ന് കേസ് അവന്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു സെക്കൻഡ്. അതില് ഒരാള് എക്സ്ട്രാ. എന്താടാ അവനെ ഒന്ന് വിളിച്ച് ആരെങ്കിലും ഒന്ന് ഇറക്കി വിടൂ കണ്ണാപ്പി. AFK പോയേക്കോ. ഞാൻ അവനൊന്ന് കോൾ വിളിക്കട്ടെ. അണ്ണാ ഈ വാറ് കഴിഞ്ഞാൽ നേരെ ബാക്കിലുള്ള കട്ടിലോട്ട് ഒരു ചെരിവാണ്. കട്ടിലോട്ട് നേരെ ഒരു ചെരിവാണ്. ഞാൻ അണ്ണനെ നേരെ വിളിച്ചു വിടത്ത് കയറിയുള്ളൂ. ചന്തി ഒന്ന് കട്ടിലാണെങ്കിലും എന്താന്ന് കേട്ടില്ല. എന്തേലും പറഞ്ഞ സ്റ്റീവിന്റെ ചന്തി ഒന്ന് കയറി പിടിക്കണമെന്ന്. നീ ഇവിടെ വാ. എനിക്ക് കഴിഞ്ഞ 1 2 3 5 വണ്ടിയോളോടാ പറഞ്ഞ്. ടോട്ടൽ എത്ര വണ്ടിയാണ്? 6 ഉണ്ട്. എടാ ഇത് പാണ്ടി ഇരിക്കുന്നു. റീലോഗ് വെച്ചോ. ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് വരുന്നു. അഡ്മിൻ അവിടെ വന്നിട്ട് സ്റ്റീവേ ഞാൻ ഓടിക്കുമ്പോഴാ ടീപ്പ് അടിച്ചു കോള് വിളിച്ചപ്പോ ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു പോയതാ. എടുത്ത് മുള്ളാൻ പോയി. വെടിവെച്ച് കളയാൻ ബുള്ളറ്റ് ഉണ്ടോ നോക്കട്ടെ. ആളെ കൊല്ലാനല്ലേ. ഇവനെയൊക്കെ 2 പിക്ക് എടുത്ത് കിട്ടാലോ. ഇവന് ശരിയായ 3 ടാപ്പ്. ഇതാരും MRC ആണോ? അല്ല ബ്രോ. നിങ്ങൾ ഏതാ ഗ്യാങ്? നമ്മള് VNV. നിങ്ങളുടെ MRCയുടെ ഏകദേശം ഒരേ കളറല്ലേ? ചെറുതായിട്ട് ഗോൾഡൻ ഇതുണ്ട് രണ്ടുപേർക്കും. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോ നിങ്ങൾ MRCയുടെ ഒക്കെ വാറുന്ന ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. മൊത്തം കൺഫ്യൂഷൻ. ഇങ്ങനെ എന്തെങ്കിലും ബ്രാവ് ആയിരിക്കും ചുറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം.
ഞങ്ങള് യു കെ വാറ പ്രീവാറാണോ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇല്ല, നമുക്ക് അറിയാവുന്നവരല്ലേ. വണ്ടി എടുത്ത് ഹോസ്റ്റേജ് ആക്കുമല്ലോ. വണ്ടി എടുത്തല്ല ഹോസ്റ്റേജ് ആക്കുമെന്ന്. ഇല്ല ഒരുത്തൻ ചത്ത് നമ്മുടെ. ഇവിടെ ഒരു ദിവസം ഇവിടെ എത്ര വാറട നടക്കണം. ഈ അഡ്മിൻസിനൊക്കെ പ്രാന്ത് പിടിക്കൂലടാ. നമുക്ക് ഒരു വാറിന് തന്നെ പ്രീ വാറെന്ന് പറഞ്ഞ് ഇരിക്കാൻ വയ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കേസ്, ഒരു വാറ് പ്രീ വാറെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നോക്ക്. ഞാൻ വന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ച് വാറ് ഇതെന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് ഇതാക്കി പ്രീ വാറും കഴിഞ്ഞപ്പോഴത്തേന് 2 മണിക്കൂർ തീർന്നു. അതായത് ഞാൻ ഒരു ഗ്യാങ്ങിന്റെ സിറ്റുവേഷനാ പറയണേ. അവർക്ക് അത്രയും വ്യൂസ് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ വേറൊരു കാര്യം പറയാം ബ്രോ, ഇവർക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്ട്രീമേഴ്സിന്റെ അത്ര ഇൻകം ഒന്നും ഇല്ല. എന്നിട്ടും ബ്രാവോ ഇത്രയും പേരെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ശരിക്കും എക്സ്ലാൻഡിസിന്റെ പുറകിൽ ഒരു വലിയ ക്രൂ ഉണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലെ സെർവർ ഓണർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അധികം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. എന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ കോണ്ടാക്ട് അല്ലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു സെർവർ ഓണർ ആയിട്ടില്ല. ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയത്. ഒരു സെർവർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, FRPക്ക് ഒരു ടീം, വണ്ടിപ്പണി ഇതെല്ലാം ഒരു ടീം, ഈ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന പ്രീമിയത്തിനല്ല ഒരു ടീം, ഈ ഗ്യാങ് ആക്ടിവിറ്റീസ് നോക്കാൻ ഒരാള്, ഗോഗു അങ്ങനല്ലടാ. നിങ്ങൾക്ക് ഗോഗുവിനെ അറിയാത്തോണ്ടാ. ഗോഗു ഓണർ ആയിരുന്നുകൊണ്ടും അവൻ ഒരു റൈറ്റിൽ ഒന്നിലും പോത്തില്ലായിരുന്നു. അവന്റെ കാര്യം അഡ്മിൻ സ്പെക്ട് മാത്രം ചെയ്ത് അങ്ങനെ ലൈക്ക് നമ്മൾ ആ സമയത്ത് സെർവറിനെ പറ്റി ഒന്നും സംസാരിക്കത്തില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഇപ്പം ബ്രാവോയെ നേരിട്ട് കാണുമ്പോ എനിക്കറിയാം അവനിങ്ങനെ 24 മണിക്കൂറും കോള് വന്നോണ്ടിരിക്കും. സെർവർ അടിച്ചു പോയിട്ടുണ്ടേ. അപ്പൊ ബ്രാവോ പറയും ഞാനൊരു മാല പണയം വെച്ചിട്ടുണ്ട്, ഒരു ഫണ്ട് ഇപ്പൊ വരും, അതങ്ങ് അപ്പ് ചെയ്ത് തരാം എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ കോള് വരും, വീണ്ടും ഇട്ടതും പോയി, എന്നാലും ഞാൻ വല്ല ഗോൾഡ് വല്ല അറേഞ്ച് ചെയ്യാൻ നോക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സെർവർ ഇവിടെ വരെ എത്തിയത്. ആൻഡ് ഈ നിങ്ങൾക്ക് വേറെ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബ്രാവോ ഇപ്പം ഈ സെർവറിൽ ഇത്രയും വർഷമായിട്ട് ഒരു 10-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവന്റെ റിയൽ ലൈഫിലുള്ള ഒരു 10-20 ലക്ഷം രൂപ അവൻ ഇതിനകത്ത് ഇട്ടാണ് ഈ സെർവർ ബിൽഡ് ചെയ്ത് ഇവിടെ എത്തിച്ചേക്കുന്നത്. 20 ലക്ഷം രൂപ എന്തോ ഈ സെർവറിന് ഇപ്പോൾ വാല്യൂ ഉണ്ട് ടോട്ടൽ. ഇതിനകത്ത് സ്ക്രിപ്റ്റ് ആൾക്കാരുടെ എല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 20 lakhs അടുപ്പിച്ച് ഈ സെർവറിനകത്ത് റോൾ ചെയ്തോണ്ടിരിക്കണവൻ. അത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തായിരിക്കും ലൈക്ക് എന്തോരം സാധനങ്ങൾ. ഗൈസ് ഈ ഡെവലപ്പേഴ്സിനൊക്കെ നല്ല എമൗണ്ട് കൊടുക്കണം ഗൈസ്. പിന്നെ ഈ സ്ക്രിപ്റ്റിനൊന്നും നിങ്ങൾ വിചാരിക്കുന്ന വിലയല്ല. റിട്ടേൺ ഇല്ല ഗൈസ്, റിട്ടേൺ ഭയങ്കര കുറവാണ്. ഞാൻ അവനോട് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഓവറായിട്ട്, ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞു ബ്രാവോ ഇതിനകത്ത് ഓവറായിട്ട് നീ പൈസ മുടക്കരുത്, ഭയങ്കര റിട്ടേൺ കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ TV ഇവിടെ വന്നതിന് ശേഷം അക്കൗണ്ട് എല്ലാം കൂടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് റിട്ടേൺ ഉണ്ട് ഗൈസ് എന്ന് കരുതി. എന്ന് വെച്ചാൽ അതുവരെ അവൻ ഈ സെർവർ ഓടിച്ചോണ്ടിരുന്നത് കയ്യിലെ സാധനങ്ങളും അസറ്റ്സും വിറ്റ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന പ്രീമിയത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും സെർവറിന്റെ റെന്റുകളൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യം ഞാൻ അവന്റെ പ്രോഫിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പം കറന്റ്ലി അവന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കണ്ട മന്ത്ലി എക്സ്പെൻസസിന്. ഹോസ്റ്റിനൊക്കെ മന്ത്ലി എനിക്ക് തോന്നുന്നു 40,000-50,000 രൂപ എന്തോ ഉണ്ട്. ഒരു മാസം 50,000 രൂപ റെന്റ് എന്തോ ഉണ്ട് ഇതിന്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന്റെ പുറകില് അതായത് ഇത്രയും പ്ലെയർ കൗണ്ട് ഉള്ള ഒരു സിറ്റി നമ്മൾ ഇതിനു മുമ്പും കളിച്ചിട്ടില്ല. 600-700 പേരുടെ പ്ലെയർ കൗണ്ട് ഉള്ള ഏതോ നമ്മൾ കളിച്ചിട്ടുള്ള ഒരു സെർവറിലും ഉണ്ടായിട്ടില്ല. നമുക്ക് വാർ ശ്രദ്ധിക്കണേന്നോ? നോട്ട് ജസ്റ്റ് എ ഗെയിം. അതെ ഉറപ്പായിട്ടും. എന്താണ് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ലല്ലോ ഗൈസ്. എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ഇതുവല്ലോ ചെയ്തായിരുന്നോ? ഹാരിസാന്റെ ബ്രോ ആണോ ചെയ്തത്? അണ്ണാ ഒരു ഗിഫ്റ്റ് വെച്ചിരുന്നു, അണ്ണാ ആൽക്കഹോൾ യൂസ് ചെയ്യലല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹാരിസാന്റെ
അത് കുഴപ്പമില്ല അരിസത്തെ ബ്രോ. അത് നമുക്ക് ഇവിടെ നമ്മുടെ വീടിന്റെ അവിടെ പറമ്പിലൊക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഡെയിലി ആൽക്കഹോളാണ്. ഞാൻ അവർക്ക് കൊടുത്തോളാം. കുഴി പോയെന്നാ ഗ്രാൻഡ് ആർ പി ബ്രോ. ഗ്രാൻഡ് ആർ പി ഒന്നും ഇല്ല, സിറ്റുവേഷൻ ഇല്ല, കമ്മിറ്റ് ആയില്ല ഗൈസ്. ഗ്രാൻഡ് ആർ പി ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ലീഗൊന്നും അല്ല. ഗ്രാൻഡ് ആർ പിയിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ പോയാലും ഒരു 1 കോടി രൂപ മുകളിലുണ്ടാവും. അവരുടെ മന്ത്ലി ഏണിങ്സ് തന്നെ 10-30 ലക്ഷം 40 ലക്ഷം രൂപ ഉണ്ടാവും. മനസ്സിലായോ? ഗ്രാൻഡ് ആർ പി നിങ്ങൾ എന്തോ വിചാരിച്ചേ? ഗ്രാൻഡ് ആർ പി നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു നോർമൽ സെർവർ അല്ല ഗ്രാൻഡ് ആർ പി. ഗ്രാൻഡ് ആർ പിയിൽ ആൾക്കാർ ജീവിക്കുകയോ ചെയ്യണം. മനസ്സിലായോ? അവിടെ ഫുള്ള് ഭയങ്കര പ്രോപ്പർ ഗ്രൈൻഡിങ് ആണ് ആ സെർവർ. എടാ ഇറ്റാച്ചി ഗ്രാൻഡ് ആർ പി ഒക്കെ മന്ത്ലി എങ്ങനെ പോലും 10-20 ലക്ഷം രൂപ മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സെർവർ അല്ലേ? അവിടെ എളുപ്പകാലത്ത് വരെ 200 പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല പ്ലെയർ ബേസ് ഉണ്ടല്ലോ. അതെ. എത്ര ഓൺലൈൻ എത്ര 3000 2000 അത്രയൊക്കെ ഉണ്ട്. റേഞ്ചിലല്ലേ അതിരിക്കുന്നേ? രാവിലെ വെളുപ്പകൽ 5 മണിക്ക് 800ഓളം പ്ലേയേഴ്സ് ഉണ്ട്. ഗൈസ് നിങ്ങൾക്ക് വേറെ കാര്യം അറിയാമോ? നമുക്ക് ഈ ഗ്രാൻഡ് ആർ പിക്കാരുണ്ടല്ലോ സ്ട്രീമേഴ്സിന് പൈസ പേ ചെയ്യും. ആൾക്കാരൊക്കെ അത് എടുക്കുമ്പോ തന്നെ ആ സെർവർ ഓടിക്കാനുള്ള പൈസ ഉണ്ടാവും. അവന്മാർക്ക് കൊടുക്കത്തെ ഫണ്ടാണോ? അവന്മാർക്ക് കൊടുക്കത്തെ ബാക്കപ്പാ. ഗൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗ്രാൻഡ് ആർ പി നമ്മൾ ഫ്രീ ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ആർ പിയിലെ ഗൈസ് ഏറ്റവും ലാസ്റ്റില്, അതായത് ഒരു 2 വർഷം മുമ്പ് എന്തോ തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഗ്രാൻഡ് ആർ പി കയറി. ഗ്രാൻഡ് ആർ പി കയറി ഒരു ദിവസം സ്ട്രീം ചെയ്തതിന് അവന്മാര് നമുക്ക് അയച്ചു തന്നത് ഒരു ഇന്ത്യൻ റുപ്പി ഏകദേശം 45,000 രൂപയാണ് എനിക്ക് അയച്ചു തന്നത്. അതുപോലെ ടി വിയിലെ നമുക്ക് അപ്പൊ ടി വിയിലെ എല്ലാ പിള്ളേരെയും നമ്മൾ കയറ്റി ഇതാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇതെടുത്തു കൊടുത്തു. മനസ്സിലായോ? ഒരു ദിവസം അവരുടെ സെർവർ ഇട്ട് കളിച്ചതിന് നമുക്ക് അയച്ചു തന്നു. അത്രയാണ്, ഒരു 2.5 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ടും അവന്മാർ കുറെ വട്ടം നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു സ്ഥിരമായിട്ട് കളിക്കാവോ. പക്ഷെ നമുക്ക് ആ സാധനം ഇതാകത്തില്ല. അവർ മന്ത്ലി കോൺട്രാക്ട് ഒക്കെ തരാൻ റെഡിയാ. അതായത് ഇത്ര എമൗണ്ട് നമുക്ക് മന്ത്ലി തരും. മന്ത്ലി തന്നിട്ട് നമ്മൾ അവിടെ റെഗുലർ ആയിട്ട് കളിച്ച. പക്ഷെ പ്രശ്നം ഇതാണ്, നമുക്കൊരു പ്രോപ്പർ നമുക്ക് ഒന്നിനോടെ ഒരു കിട്ടത്തില്ല. ഇപ്പൊ 189 ഞാൻ പറഞ്ഞില്ലേ ഗ്രാൻഡ് ആർ പി നിങ്ങൾ വിചാരിക്കുന്ന ലീഗ് ഒന്നും അല്ല. അതായത് നമുക്കൊന്ന് സെറ്റ് ആക്കാടാ. ചെയ്ത് കഴിഞ്ഞിട്ടെ 540 ഹെർട്സ് മോണിറ്ററിങ് കൊണ്ടുവരുവാടാ. പക്ഷേ 540 കൊണ്ടുവന്നാലേ 300 FPS പോലും കിട്ടുന്നില്ലെങ്കിൽ കാര്യമില്ല. അതാ വേറെ പ്രശ്നം. പക്ഷെ പബ്ജിക്കൊക്കെ കിട്ടുന്നുണ്ട്. പബ്ജിക്ക് എനിക്ക് 450-500 FPS ഉണ്ട്. ഈ 5M-ന്റെ പ്രശ്നം ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് 3 പേര് 4 പേരുള്ള വണ്ടി നേരെ അണ്ണാക്കിലൊന്ന് കുത്തിച്ചോളാം. നമുക്ക് എന്തായാലും കുത്തിയെന്ന് ഇറങ്ങാം. അത് വേണ്ട, അത് പറയണ്ട. നോക്കി കുത്തിച്ചാ മതി ചേട്ടാ. അങ്ങനെ അണ്ണാക്കി കുത്തിക്കണമെന്നില്ല. എടാ ഈ മാപ്പ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാവോ? മറ്റേ എല്ലാ ഗ്രാഫിക്സും പ്ലെയിൻ ആക്കി മറ്റേ പോച്ച പോലും ഇല്ലാത്ത ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. എന്നാലേ ഈ മാപ്പ് കളിക്കാൻ പറ്റത്തുള്ളൂ. പോച്ചയിലും മരത്തിന്റെ മൂട്ടിലും ഒക്കെ ഓരോരുത്തന്മാരിക്കും. പിന്നെ അതുപോലെയല്ല തല്ലിയത്. 5 പേര് ചേർന്ന് അടിച്ചെന്നെ. ഇടത്തോട്ട് പോയാലും അടി, വലത്തോട്ട് പോയാലും അടി. നേരെ വണ്ടി കയറാൻ വണ്ടിയില്ല. എങ്ങനെ ട്രോമ കണ്ണടച്ചപ്പോ അത് തന്നെ മനസ്സില്. കാരണം വാർച്ചായിട്ട് കാണുന്നില്ല. അപ്പൊ റേഡിയോ നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ച് തരണം ഇനി തൊട്ട്? വാറ് നടക്കുമ്പോ റേഡിയോ വേണമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് തരാം. അതാകുമ്പോ നിങ്ങൾക്ക് അവിടെയും കാണാം, വാർച്ചായിട്ടും കാണാം. ഓക്കെ അല്ലേ? ഇതാ ഇപ്പൊ നോക്ക്, സെറ്റ് കണ്ടോ? ഓൾ ഗുഡ് അല്ലേ?
നമ്മള് 3 വണ്ടി നമ്മുടെ ബാക്കിയുള്ള വണ്ടി വരുന്നുണ്ട് അവര് മൊത്തം ഹൈറ്റിലുണ്ട് കറങ്ങിട്ടേ മണ്ടേ കൂടെ വരാം ഈ സൈഡിൽ മണ്ടേ കൂടെ കറങ്ങി അമ്മ നോക്കണേ അവിടെ 2 ഗ്യാങ് ടിജിയുടെ വാറിന്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ നൈസായിട്ട് അവരുടെ 2 പിക്ക് എടുത്തു അല്ലേ തിരിച്ചു അതായിരിക്കും നല്ലത്. എവിടെയാലും ഒന്ന് കുത്തി തന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജോർജ് കുട്ടീനെ ജോർജ് കുട്ടിയല്ലല്ലോ വേറെന്തല്ലേ പേര് ജോർജ് കുട്ടിയല്ലേ ജോസ് കുട്ടിയാണോ അതാ ഇവനോട് പറഞ്ഞു തെറ്റിച്ച് എന്റെയും കൂടെ ജോർജ് കുട്ടിയാ അണ്ണാ ഇപ്പൊ എല്ലാരും ജോർജ് കുട്ടി അല്ല അങ്ങനെയാണോ വിളിക്കണത് ജോർജ് കുട്ടി വിളിക്കും ജ്യൂസ് കുട്ടി വിളിക്കും ജ്യൂസ് കുട്ടി നമ്മളായിട്ട് സിറ്റുവേഷൻ ഇല്ലാത്തപ്പോ നമ്മൾ അവരെ പറ്റി സംസാരിക്കാൻ പാടില്ലടാ സത്യം സിറ്റുവേഷൻ വരുമ്പോ ഈ പേരെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ തീർച്ചയായും ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ടിജിയുടെ സൈഡിൽ നിന്ന്. നമ്മുടെ വണ്ടി ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കാൻ പറ്റൂ എന്ന് എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. റോട്ടിൽ തന്നെയല്ലേ എനിക്ക് മൈൻഡില് ഒരു പ്ലെയറിന്റെ ഒരു ഇത് കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു തോന്നൽ അതാണ് പ്രശ്നം. അത് മാത്രമാണ് എന്റെ മൈൻഡിൽ ഒരു ഇതുള്ള. വേറെ ഒരു വിധത്തിൽ എനിക്കറിയാം അവൻ ഡിസേർവ്ഡ് ആണെന്ന്. പക്ഷെ റേജിൽ പറഞ്ഞു പോയിട്ട് ഒരു പ്ലെയറിന്റെ ഒരു കരിയർ ഞാൻ കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു ഇതുണ്ട്. ഈ കല്ലെ കുത്തി അടിയാ ഈ കല്ലെ കുത്തി അടി ഈ റിക്ഷക്ക് കുത്തി അടിച്ചു എടാ അങ്ങോട്ട് ഒരുപാട് പോലെ മലയാളുണ്ട് തിരിച്ചു റൈറ്റ് സൈഡ് മലയിൽ ഇറങ്ങിക്കണേ ഇത് മാർക്കില് കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെ മനസ്സിലാവും? എവിടെ അറിയാ ഇറങ്ങിയിരിക്കുന്നത് 10 ലക്ഷം മേടിക്കാനാ അതൊരു ഐഡിയ അല്ലേ? ഒരു 5 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ഇടും എന്നിട്ട് അതിന്റെ ബാൻ മേടിച്ചു തരാം. അത്രയും ദൂരം ഒന്നും വരത്തില്ലടാ, അത്രയും ദൂരം ഒന്നും വരത്തില്ല. ചില്ലാവ് വണ്ടി ഇവരെ കുത്തിക്കായിരുന്നാ ഇവന്മാരെ കുത്തിക്കാൻ സമ്മതിക്കായിരുന്നാ ഒരുപാട് അടുത്തോട്ട് പോട്ടെ കാരണം നീലിന്റെ കോളേജ് നമ്മുടെ വണ്ടി വെടിവെച്ച് പൊട്ടിക്കാൻ നമ്മുടെ പ്ലാൻ ചോദിച്ചോണേ. ഇറങ്ങണ്ട നമ്മുടെ വണ്ടി ഡാമേജ് അതാണ് സംഭവം കേട്ടോ. അവര് അടുപ്പിച്ചിട്ട് കളിക്കുന്നതിനാ. അല്ല കേസ് ഞാൻ ബാൻ മാറ്റി കൊടുക്കുന്ന കാര്യം പറയാനുള്ള ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളോട് തോറ്റിട്ടുണ്ട്, നമ്മൾ അപരാധിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ നമ്മളോട് കളിക്കുമ്പോഴാണ് ഇത്രയും ലൈക്ക് ഒരു പാനിക്നെസ്സും മറ്റേ ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ലൈക്ക് ആ ലൈനപ്പ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അടി മേടിക്കുന്ന പറഞ്ഞാൽ എഫേർട്ട് ഇടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ആ ഒരു കാര്യം കൺസിഡർ ചെയ്താണ് നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞത്. അല്ല ഞാൻ അവരുടെ ഇതൊക്കെ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് രാവിലെ പോലും വൈകുന്നേരം വരെ TDMലൊക്കെ ഇരിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്.
നേരത്തെ പറഞ്ഞ മല എടുത്ത് നമ്മുടെ മല എടുത്ത് ഈ മാർക്ക് വെള്ളത്തെ മല എടുത്ത് തല പിടിച്ച് ഇവിടെ നിന്ന് ഈ മാർക്ക് ഈ മാർക്ക് തന്നെ എടാ ഏറ്റവും മേളില് വന്നേ, നമ്മുടെ മേളില് വന്നേ, നമ്മുടെ മേളില് നമ്മുടെ കിണ്ടി കത്തിപ്പോയി. ഇന്ത്യ എവിടെ ഇവിടെ ഈ മാർക്ക് ഇവിടെ വന്ന് കുത്താം, ഇവിടെ വന്ന് കുത്തിയടിക്കാം. അവിടെ മാർക്ക് കുത്തിയടിച്ച് മൊത്തം പൊട്ടി ബാക്കി തിരിച്ചു വണ്ടി കയറാം. എടാ നമ്മുടെ ആരെല്ലാം ഇപ്പൊ ഡൗൺ ആയോ അവിടെ? അല്ലല്ല ഏബില് വീണൊന്നുമില്ലല്ലോ. ഇല്ല വീഡിയോ നാളെ ഇത് തന്നെ ചെയ്യാം ബ്രോ. പയ്യെ മാറ്റി കൊടുത്താൽ മതി, ഉടനെ ഒരു ഡിസിഷൻ എടുക്കണ്ട. ഞാൻ അങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ നിങ്ങളടുത്ത്. ഞാൻ നാളെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ എന്താണ് കാരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചാറ്റ് നോക്കി ഒപ്പന്റെ ഡിസിഷൻസ് എടുക്കാറില്ല. ഞാൻ നാളെ അങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഹലോ ബ്രോ, ഹലോ സംസാരിക്കാം. ഹലോ നീ ഭയണ്ടാവില്ലേ? നമുക്ക് ഒന്നിനോടും പറഞ്ഞിരിക്കും, ഒരു ചായ മഴയെ കൊണ്ടുപോയി വാ. മച്ചു ഇറങ്ങി ഉമ്മവരാൻ പറ്റത്തില്ല, പിറ്റിയാലേ പറ്റുള്ളൂ. വണ്ടി എടുത്ത് ഇറങ്ങി ഇത് ഭയങ്കര ഓപ്പണാ. വാ തിരിച്ചു കയറും. എടാ ലാസ്റ്റ് തൊട്ട് തട്ടുണ്ടായിരുന്നു, അവന് ഈസി ആയിട്ട് കിട്ടിയാനടാ. ഇറങ്ങുവാണ്. ഏതാ വണ്ടി ഏതാ? നീ മാത്രം ഉമ്മാനെ ചെയ്തോ. അമ്മാരെ ഒന്ന് ഒറ്റ ഇടിച്ച് സ്പ്ലിറ്റ് ആവല്ലേ. എന്റെ പകുതി ആറുമായി പോയി. അവിടെ ഹെൽപ്പ് പോയാലോ? എടാ റേഡിയോ വെച്ചില്ല. ഇവൻ പറഞ്ഞ ഈ കോള് കേൾക്കാത്തെ കമ്മിറ്റിയല്ലേ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിന്ന് അടിക്കാന്നുണ്ട്. ഇവിടുന്ന് അമ്മ ഓപ്പൺ നിൽക്കും. ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചിട്ട് കാര്യമില്ല. എടാ നമ്മുടെ വണ്ടിക്കെല്ലാം അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം. കിണ്ടിനെ പൊക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യും. കിണ്ടിനെ പൊക്കിയിട്ട് നമുക്കൊന്ന് മറ്റേ ഓപ്പോസിറ്റ് റിപ്പയർ ചെയ്തിട്ട് വരാം. വാ. ഞാൻ ഡൗട്ട് കിട്ടി, അവിടെ വെച്ച് നമ്മളെ വേറെ ആരും കത്തിയതാണോ അതോ ഡൗൺ ആയതാണോ? ഒരാൾ വണ്ടി പോകും, ബാക്കി തിരിച്ചു. നമ്മുടെ ഡൗൺ അല്ലേ കത്തിപ്പോയതാ.
എടാ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുവാണ്. ഞാൻ റിപ്പയർ ചെയ്യും. അല്ലല്ല ഞാൻ എനിക്ക് കിട്ടിയോന്ന് അറിഞ്ഞൂടാ ഹെഡ് വല്ലതും. ഞാൻ എന്റെ ആർമർ കുറഞ്ഞിരിക്കുന്നു. അയ്യോ എടാ റിപ്പയർ ആയില്ല. ആയി ഡോർ പോയി. അവന്റെ വ്യൂ ആവും. അവൻ ഡ്രൈവിംഗ് സീറ്റ് കയറിയാ മതി. 2 വാണിംഗ് ആണ്. അയ്യോ അങ്ങോട്ട് പോ കാരണം ടീമിന് ഇപ്പൊ തിരിച്ചു കയറും. പെട്ടെന്ന് പോ അങ്ങോട്ട്. നീ ഇനി നമ്മളൊരാളുകളെ പേടിച്ച് നീ കിക്കായിട്ട് അവന്മാരത് കണ്ടിട്ട് നീ കിക്കായെന്ന് പറഞ്ഞ നാളെ എനിക്കിതിന് പുറത്ത് അങ്ങനെ ആരും അറിഞ്ഞൂടാ. സിറ്റിയിലൊരു മിയാ ഖലീഫ ഉണ്ടെന്ന് അറിയാം. പരിചയമില്ല. നോക്കിയിരിക്കണം കേട്ടാ ഡീവണെ കള്ളന്മാര്. ഒരു ഗ്യാപ്പിട്ടെ നമ്മളൊന്ന് നിർത്തി അടിച്ചോട്ടെ. ഇവിടെ റിപ്പയർ ചെയ്യാം. അവനെ ഒറ്റയ്ക്ക് നിൽക്കോ, അവനെ വട്ടത്തില്ല കുത്തിക്കോ, അവൻ പൊട്ടന വിറ്റ് കേട്ടോ അവനെ. ഇവനെ തട്ടിക്കൊണ്ടുപോവാ. അവനെ കൊണ്ടുപോവാ. ഡാനി സ്ട്രീമിംഗ് തുടങ്ങി. സരക്ക് ഡാനിയാണോ ബ്രോ? രണ്ടോ വാ കയറി കയറി കയറി. അത് ശരിയല്ല. വീടും ചെയ്തിട്ട് പോണു. വീഡിയോയിൽ ചത്തോ നമ്മുടെ ആള്. ഒരു വണ്ടി ഫോക്കസ് ചെയ്യാം. അതേമാരിക്കുന്ന വണ്ടി പോയി ഫോക്കസ് ചെയ്യും. ഇല്ലടാ അവരുടെ ബാക്കിൽ കുത്തൂടാ. അല്ലെങ്കിൽ പ്ലെയിൻ സ്റ്റൈൽ കണ്ട ഇവിടെ മേളിലേക്ക് ഉത്തരം മേളിൽ ഉത്തരം കേരളത്തിലാണ്. ഇങ്ങനെ കേരളത്തില്ല. കുറച്ചൊരു സ്പീഡിൽ വരണം. ഇവിടെ കയറ്റി മതി. വണ്ടി എടുത്ത് പോയി. ഈ ലെഫ്റ്റിലൊരു വണ്ടി, ബാക്കിലൊരു വണ്ടി പോകണം. ഇവനെ പിടിയടാ. നിങ്ങൾ പുറകില് എന്റെ മാർക്ക് വന്നേ. ഞങ്ങളാ നിങ്ങൾ താഴോട്ടടി. എത്ര പേരുണ്ട് ഇനി? നമ്മള് ഭയങ്കര ഷഫിളായി പോയടാ. ജയിച്ചില്ലേ? കഴിഞ്ഞില്ലേ? റീഫ്രഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ബ്രോ. അതിന് മുമ്പ് ലെഫ്റ്റ് റൈറ്റും ആള് കയറി വന്നു. കളിച്ചില്ലേ? കഴിഞ്ഞോ ഗൈസ്? കഴിഞ്ഞെന്ന് തോന്നുന്നു. ജൂഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു.
റീസൺ എക്സിറ്റിംഗ്. ഓ ഒരു വാർ തോക്കുന്നതിൽ ഇത്രയും ഇതുണ്ടോ മച്ചാ? എന്താ എടേ ഇമാരി ഈഗോ ഒക്കെ ഉണ്ടോ പ്ലേയേഴ്സിനടാ? ഒരു അവസാനത്തെ ആള് എന്തായാലും തോറ്റ്. ഇനി അവൻ ഒറ്റയ്ക്ക് 10 പേര് അടിക്കാനൊന്നും പറ്റൂലല്ലോ. കിട്ടിലും കളിയാട്ടോ കളിച്ചത്, കിട്ടിലും കളിയാട്ടോ കളിച്ചത്, കിട്ടിലും കളി. രണ്ട് ഒരു കിട്ടിലും ഈസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഇത് നോക്ക്, ഇതാ ഹലോ പോച്ചയ്ക്കുള്ളിലുണ്ട്. ഓ ഇവ പോച്ചയിലിരുന്ന് കേട്ടാ. ഓക്കെ ബീസ്റ്റിയുടെ അടുത്തൊരു പിക്ക് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓയ്യോ എന്നിട്ട് ജുഗ്രു ഡൗൺ ആയി. ജുഗ്രുവിനെ ആരും അടിച്ചിട്ടേ? ഇവനാണോ അടിച്ചിട്ടേ? ബീസ്റ്റിയുടെ രണ്ടാമത്തെ പിക്ക്. ജുഗ്രുവിനെ ഒളിച്ചിരുന്ന് പണി കളഞ്ഞു കേട്ടാടാ. ഓക്കെ യു കെ. ഓ എന്നിട്ട് ഇവന്മാര് ബാക്ക് കൊണ്ടുവന്ന് കുത്തിക്കളഞ്ഞല്ലേ? നമ്മള് സത്യം പറഞ്ഞ നമ്മളെവിടെ സാൻഡ്വിച്ച് നോക്ക് കണ്ട. ഏബിൾ ജോസഫ് ഡൗൺ ആയിട്ടുണ്ട്. മദാർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജോട്ടയാണ് ഡൗൺ ആയിട്ടുള്ളത്. പിന്നെ പരുന്തുവാസോടെ യു കെ ടോക്സിക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെക്സ് അവിടെ അടുത്തൊരു പിക്ക്. യു കെ സെനിന്റെ അടുത്തൊരു പിക്ക്. ലെക്സ് ഡൗൺ ആയിട്ടുണ്ട്. ടി വി ഡെസ്ട്രോ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പിന്നെ ടി വി ജൂഡ് അവിടെ ഒരു പിക്ക്. സെട്രോന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ യു കെ നല്ലൊരു കിട്ടിലെ കളിയാണ്. മദാർ ഒരു പിക്ക്. ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ യു കെയിൽ ഐ തിങ്ക് സെട്രോ ഉണ്ട്. എവിടൊക്കെ നോക്ക് നമ്മുടെ പ്ലേയേഴ്സ് ഉള്ളത് നോക്ക്. ഈ ആംഗിള് ഈ ആംഗിള് ഈ ആംഗിള്. സെട്രോ മോബി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. എലനോറിനെ ഡൗൺ ആക്കിയിട്ട് അവിടെ കിണ്ടി അവിടെ സെട്രോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. യു കെ ഓൾ ഡൗൺ ആയോ? ഇല്ല യു കെ അവിടെ ഐ തിങ്ക് യു കെ 3 പേരോട്. യു കെ ലാസ്റ്റ് 3. യു കെ മദാർ അവിടെ സെനിനെ ഡൗൺ ആക്കി. മദാര 3 പിക്ക്. ഇവനാണ് ലാസ്റ്റ് കേട്ടോ. അവിടെ ഒരു പിക്ക് എടുത്ത്. ഇവ എനിക്ക് തോന്നുന്നു കത്തിപ്പോയിട്ട് വന്നപ്പം കൂടുതലുള്ള എല്ലാരെയും അറഞ്ചോ പൊറഞ്ചോ അടിക്കുന്ന കണ്ടുകൊണ്ട് ഇവ മനംനൊന്ത് എഫേറ്റ് അടിച്ചാണ് അവൻ. മനംനൊന്തോ എഫേറ്റ് അടിച്ചാണ് അവൻ. ജി 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 വെൽ പ്ലേഡ് ഗൈസ്. കൂടുതൽ നമുക്ക് കൊണയൊന്നും പറയാനില്ല. വെൽ പ്ലേഡ്. ഗെയിം ക്യാപ്ചർ. ഇവിടെ മഞ്ഞും മഴയോ?